എല്ലാവർക്കും നമസ്കാരം. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ഫോണിൽ ലൈവ് ടിവി കാണാം, അതും ഒരു തരി പോലും ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കാതെ. എങ്ങനെയുണ്ടാകും? അതെ, ഇന്ത്യയുടെ അടുത്ത ഡിജിറ്റൽ വിപ്ലവമായി മാറാൻ സാധ്യതയുള്ള ഡയറക്റ്റ് മൊബൈൽ എന്നൊരു പുതിയ ടെക്നോളജിയെ പറ്റിയാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഒരു കിടിലൻ ക്രിക്കറ്റ് മാച്ചിന്റെ ക്ലൈമാക്സ് കാണുക, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട വാർത്തയറിയാൻ ശ്രമിക്കുമ്പോഴോ പെട്ടെന്ന് നെറ്റ്വർക്ക് പോയി നിങ്ങൾ നിരാശരായിട്ടുണ്ടോ? നമുക്കെല്ലാവർക്കും എപ്പോഴെങ്കിലും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാകും, അല്ലേ? ഒരു പ്രധാനപ്പെട്ട ലൈവ് വീഡിയോ കാണുമ്പോൾ ആ ബഫറിംഗ് കാരണം സ്ക്രീൻ ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്ന ഒരവസ്ഥ ശരിക്കും ദേഷ്യം വരുമല്ലേ? എന്നാൽ ഈ പ്രശ്നത്തിനൊരു കിടിലൻ പരിഹാരം വന്നാലോ? അതെ, ഇന്റർനെറ്റ് എന്നൊരു സംഭവം ഇല്ലാതെ തന്നെ ടിവി സിഗ്നലുകൾ നേരിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തിക്കുന്ന ഒരു പുതിയ സാങ്കേതിക വിദ്യ വരുന്നുണ്ട്. അതിന്റെ പേരാണ് ഡയറക്റ്റ് ടു മൊബൈൽ. നമുക്ക് ചുരുക്കി D2M എന്ന് വിളിക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, നമ്മുടെയൊക്കെ വീടുകളിൽ സെറ്റ് ബോക്സ് വെച്ച് ടിവി ചാനലുകൾ കാണാറില്ലേ? അതേ സിഗ്നൽ, അതേ ക്വാളിറ്റിയിൽ ഇനി മുതൽ നിങ്ങളുടെ മൊബൈലിലേക്ക് നേരിട്ടെത്തും. ഇതിലെ ഏറ്റവും വലിയ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇതിന് നിങ്ങളുടെ മൊബൈൽ ഡേറ്റ ഒട്ടും തന്നെ ആവശ്യമില്ല എന്നതാണ്. അപ്പോ സ്വാഭാവികമായും ഒരു സംശയം വരും, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ഇന്റർനെറ്റ് ഇല്ലാതെ ഇത് നടക്കുമോ? നടക്കും. ഇതിന്റെ ടെക്നോളജി വളരെ ലളിതമാണ്. ടിവി ടവറുകളുണ്ടല്ലോ, അവയിൽ നിന്ന് വരുന്ന ബ്രോഡ്കാസ്റ്റ് സിഗ്നലുകൾ നമ്മുടെ മൊബൈൽ ഫോണിനകത്തുള്ള ഒരു ചെറിയ റിസീവർ ചിപ്പ് ഉപയോഗിച്ച് നേരിട്ട് പിടിച്ചെടുക്കുന്നു. ഓർക്കണം, ഈ സിഗ്നൽ വരുന്നത് ഇന്റർനെറ്റ് വഴിയല്ല, മറിച്ച് ആകാശത്തിലൂടെ റേഡിയോ തരംഗങ്ങൾ പോലെ നേരിട്ടാണ്. അതുകൊണ്ടുതന്നെ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലങ്ങളിലും ഒരു ബഫറിംഗുമില്ലാതെ വീഡിയോകൾ കാണാൻ പറ്റും. ഓക്കെ, ടെക്നോളജിയൊക്കെ കൊള്ളാം. പക്ഷേ ഇതുകൊണ്ട് സാധാരണക്കാരായ നമുക്ക് എന്താണ് യഥാർത്ഥത്തിൽ കിട്ടുന്ന പ്രയോജനങ്ങൾ? നമുക്ക് നോക്കാം. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. പ്രധാനമായിട്ടും 4 പറയാം. 1. ഡാറ്റ ഉപയോഗം 0 2. നിലവിലുള്ള മൊബൈൽ നെറ്റ്വർക്കുകളിലെ തിരക്ക് നന്നായിട്ട് കുറയും. 3. സർക്കാരിന് വെള്ളപ്പൊക്കം പോലെയുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ മുന്നറിയിപ്പുകൾ നേരിട്ട് ഫോണിലേക്ക് അയക്കാൻ പറ്റും. പിന്നെ നെറ്റ്വർക്ക് കവറേജ് കുറഞ്ഞ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഇതൊരു വലിയ മാറ്റം തന്നെ കൊണ്ടുവരും. ഇതിലെ ഏറ്റവും കിടിലൻ കാര്യം എന്തെന്നാൽ, വാർത്തകൾ, സ്പോർട്സ്, എന്തിന് വിദ്യാഭ്യാസപരമായ വീഡിയോകൾ വരെ കാണാൻ ഇനി ഒരു MB ഡാറ്റ പോലും വേണ്ടിവരില്ല. അതായത് കംപ്ലീറ്റ് ഫ്രീ. അതുകൊണ്ട് വരുന്ന മാറ്റം എത്ര വലുതായിരിക്കും എന്നൊന്ന് ഓർത്തു നോക്കൂ. ഒരു ഇന്ത്യ-പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ. ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ സമയം ലൈവ് കാണുമ്പോൾ നെറ്റ്വർക്ക് ക്രാഷാകുന്നത് സാധാരണയാണ്. എന്നാൽ D2M ഉണ്ടെങ്കിൽ ഒരു തടസ്സവുമില്ലാതെ നമുക്ക് കളി ആസ്വദിക്കാം. അതുപോലെ ഒരു വെള്ളപ്പൊക്കം പോലുള്ള ദുരന്ത സമയത്ത് ഇന്റർനെറ്റ് ഇല്ലെങ്കിൽ പോലും മുന്നറിയിപ്പുകൾ എല്ലാ ഫോണുകളിലും കൃത്യസമയത്തെത്തും. ഇത് ഒരുപാട് ജീവനുകൾ രക്ഷിക്കാൻ വരെ സഹായിച്ചേക്കാം. അപ്പോ ഇതൊക്കെ വെറുമൊരു ആശയം മാത്രമാണെന്ന് കരുതരുത്. ഇന്ത്യ ഈ രംഗത്ത് ഓൾറെഡി പണി തുടങ്ങിക്കഴിഞ്ഞു. ഇന്ത്യയിൽ ഇതിന്റെ പരീക്ഷണ ഓട്ടമൊക്കെ ഇതിനകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. നമ്മുടെ പ്രസാർ ഭാരതിയും പിന്നെ IIT കാൺപൂരും ചേർന്നാണ് ഈ ടെക്നോളജി വികസിപ്പിക്കുന്നത്. ഇനി ഭാവിയിൽ വരുന്ന എല്ലാ സ്മാർട്ട് ഫോണുകളിലും ഈ D2M ചിപ്പ് ഉൾപ്പെടുത്താനുള്ള ചർച്ചകളും വളരെ സജീവമായി നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു സംശയവും വേണ്ട, ഇന്ത്യയുടെ അടുത്ത ഡിജിറ്റൽ വിപ്ലവം ഒരുപക്ഷേ ഈ ഡയറക്റ്റ് മൊബൈൽ തന്നെയായിരിക്കും. ഇത് നമ്മൾ മീഡിയ ഉപയോഗിക്കുന്ന രീതിയെയും ആശയവിനിമയം ചെയ്യുന്നതിനെയും അടിമുടി മാറ്റാൻ പോവാണ്. അപ്പോ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് നിങ്ങളുടെ ഒരു സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ഈ വിശകലനം ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. പുതിയ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം നിങ്ങൾ ഓരോരുത്തരും തരുന്ന പിന്തുണയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. അപ്പോൾ അടുത്തൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി.